പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില പ്രശ്നങ്ങളുടെ, ചില വെല്ലുവിളികളുടെ മുൻപിൽ പരാജയം ഉറപ്പിച്ചുകൊണ്ട്, തോൽവി ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ താങ്കളായിരിക്കുന്നുവോ? നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഒത്തിരി വലിയ ശക്തിയുള്ളവനാണ് നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന ആ ശക്തി എന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനായിട്ട് കഴിയുമ്പോൾ തന്നെ ഇപ്രകാരം പറയട്ടെ, ദുർബലനു വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകലിൽ ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ പറയട്ടെ, ഇന്ന് ബലഹീനനെന്ന് തോന്നുന്ന താങ്കൾ ജയക്കൊടി പാറിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. എൻയുടെ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം ഒരു പുതിയ ദിനം എന്നുള്ള ദൈനംദിന വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനൊരു പാറ്റേൺ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, കുറേ നാളുകൾ സ്വസ്ഥമായിട്ട് നാം ജീവിക്കും. സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആ നാളുകളിൽ ഒരുപാട് നന്മകൾ നാം അനുഭവിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാകും, നല്ല ആരോഗ്യം നമുക്കുണ്ടായിരിക്കും. ഭവനത്തിനകത്തും നമ്മുടെ മനസ്സിലും എപ്പോഴും ഒരു ആനന്ദം, ഒരു സന്തോഷം, ഒരു സ്വർഗീയ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അതാ ഒരു പ്രശ്നം കയറി വരികയാണ്. ഒരുപക്ഷെ നാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു പ്രശ്നം, എവിടെ നിന്ന് എങ്ങനെ കയറി വന്നു എന്ന് പറയുവാനായിട്ട് പോലും കഴിയാത്ത വിധത്തിൽ, അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത വിധത്തിൽ നാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു പ്രശ്നം കയറി വരും. അസ്വസ്ഥതയുള്ള നാളുകളിൽ നാം അനുഭവിച്ച സ്വർഗീയ സന്തോഷവും ഭൗതികമായിട്ടുള്ള നന്മകളെയും ഒക്കെ ചോർത്തിക്കളയത്തക്ക വിധത്തിൽ ആശുപത്രികളിൽ, അതുപോലെ അഡ്വക്കേറ്റ്സിൻ്റെ കയ്യിലൊക്കെ കൊണ്ട് ഉള്ള പൈസ എല്ലാം കൊടുത്ത് നഷ്ടമാക്കി കളയത്തക്ക വിധത്തിൽ ആ പ്രശ്നം സകലവും ചോർത്തിക്കളയുന്ന ഒരു അനുഭവം, അത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ചരിത്രം പലത് നമുക്ക് പറയുവാനായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പകലിൽ നാം ഓർക്കേണ്ടിയ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്നത് ദുഷ്ടനായ പിശാചാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മുടെ കരങ്ങളിലുള്ളതിനെല്ലാം ചോർത്തിക്കളയുക. നമുക്കെന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിനെ നഷ്ടമാക്കി കളയുക. വചനം നാം പഠിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു ഉപമയിൽ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. വഴിയരികിൽ വീണ വിത്തുകൾ, ആ വിത്തുകൾ, ആ നന്മകൾ, ആ വചനം, നമ്മിൽ ഫലം കായ്ക്കേണ്ടിയ ആ വചനം ആ വഴിയരികിൽ കിടക്കുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പോലും അത് സ്വീകരിക്കുവാൻ കഴിയുന്നതിന് മുമ്പ് അതിനെ നമ്മിൽ നിന്ന് എടുത്തു കളയും. ഒരു വചനം നാം കേൾക്കും, കുറേ സമയത്ത് അതിൻ്റെ നന്മകൾ, അതിൻ്റെ ആത്മീയ സന്തോഷം നാം അനുഭവിക്കും. പെട്ടെന്ന് ആ വചനത്തെ എടുത്തു കളയത്തക്ക വിധത്തിലുള്ളൊരു പ്രശ്നം, ഒരു അസ്വസ്ഥമായ അനുഭവത്തെ പിശാച് കൊണ്ടുതരും. അതോടുകൂടെ ആ വചനം നമ്മിൽ ക്രിയ ചെയ്യുവാൻ നാം അനുവദിക്കാത്ത വിധത്തിൽ അത് നമ്മിൽ നിന്ന് ചോർക്കപ്പെടും. ആ ഒരു സാഹചര്യത്തിൽ താങ്കളായിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ഇത് ശ്രദ്ധിക്കുക. ഒരിക്കലും പിശാചിന് നമ്മിൽ ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്രകാരം കയറി വരുന്ന പ്രശ്നങ്ങൾ, ഇപ്രകാരം കയറി വരുന്ന വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മല പോലെ, ഒരു ഭീമാകാരമായ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ പറ്റി പറയുവാനായിട്ട് കഴിയുക, നാം ഒരു ദുർബലനായ മനുഷ്യനാണ്. ഈ സാഹചര്യത്തിൽ ഞാനൊരു ദുർബലനായ മനുഷ്യനാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി അത് ഒരു ഭീമാകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്, ഇതിലിതാ ഞാൻ തോൽക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടെ തോൽവി ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വചനം നമുക്ക് ഈ വേദപുസ്തകത്തിനകത്ത് കാണാം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു ബലഹീനനായ മനുഷ്യൻ ഒരു ബലവാനായ ശത്രുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ് താൻ പ്രാർത്ഥിക്കുന്നത്: യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഈ പറയപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഇത് സംഭവിക്കുമ്പോൾ യഹൂദാദേശത്തിൻ്റെ രാജാവായിരിക്കുന്നത് ആസ എന്നുള്ള മനുഷ്യനാണ്. ആസ എന്നുള്ള മനുഷ്യൻ താൻ യഹൂദയുടെ രാജാവായിരിക്കുമ്പോൾ 10 വർഷം ആ ദേശത്തിൽ സ്വസ്ഥതയുണ്ടായിരുന്നു എന്ന് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അതിൻ്റെ 1-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അവൻ്റെ മകനായ ആസ, അതായത് അബിയാവിൻ്റെ മകനായ ആസ അവന് പകരം രാജാവായി. അവൻ്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇനി എന്തുകൊണ്ടാണ് ആ ദേശത്തിന് സ്വസ്ഥതയുണ്ടായത്? എങ്ങനെയാണ് ആ ദേശത്തിന് സ്വസ്ഥത വന്നത് എന്ന് 2-ാമത്തെ വചനത്തിൽ നാം വായിക്കുകയാണ്. ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. ഇത് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പിശാച് നമ്മളിൽ നിന്ന് നഷ്ടമാക്കി കളഞ്ഞ, പിശാച് നമ്മിൽ നിന്ന് കൊത്തിപ്പറിച്ച് കളഞ്ഞ സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആസ ചെയ്തത് നമ്മുടെ ജീവിതത്തിലും ചെയ്യുവാനായിട്ട് നാം തയ്യാറാകുക. ആസ എന്താണ് ചെയ്തത്? താൻ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായത് ചെയ്തു. സാഹചര്യങ്ങൾ എത്ര തന്നെ വ്യത്യസ്തമാണെങ്കിലും, ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കഴിയാത്ത സാഹചര്യമാണെങ്കിൽ പോലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം, നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറ്റപ്പെടണം. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അത് തന്നെയാണ് അവിടെ ആസ ചെയ്തത്. ആസ അങ്ങനെ ചെയ്യുവാനായിട്ട് തയ്യാറായപ്പോൾ ദേശത്തിൽ ഇതാ 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി എന്ന് വചനത്തിൽ നാം കാണുകയാണ്. തുടർന്ന് 9-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്. അനന്തരം കൂശ്യനായ സേരഹ് 10 ലക്ഷം ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മാരേശ വരെ വന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ ഇവിടെ ആസായുടെ ജീവിതത്തിലും ഉണ്ടാവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പെട്ടെന്നൊരു ദിവസം 10 സംവത്സരമുള്ള ആ നന്മകൾ, ആ സ്വസ്ഥതയ്ക്ക് ശേഷം കൂശ്യനായ സേരഹ് ഒരു വലിയ പടയുമായിട്ട് ഈ ആസായിക്ക് വിരോധമായി കടന്നു വരികയാണ്. കൂശ്യൻ എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അതിനെ എത്യോപ്യൻ എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രഗത്ഭനായ രാജാവായിരുന്നു സേരഹ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെയുള്ള ഏറ്റവും ബലവാനായിട്ടുള്ള ഒരു നേതാവ്, ഒരു രാജാവ്, അദ്ദേഹം ഇതാ 10 ലക്ഷം പടയും അതുപോലെ തന്നെ 300-ലധികം കുതിരകളുമൊക്കെ ആയിട്ട് ആസായിക്ക് വിരോധമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇനി ആസായുടെ ശക്തി എത്രത്തോളമായിരുന്നുവെന്ന് അതിന് തൊട്ട് മുൻപിലത്തെ വചനത്തിൽ നമുക്ക് കാണാം. ആസായിക്ക് വൻപരിചയും കുന്തവും എടുത്തവരായി 3 ലക്ഷം യഹൂദ്യരും ചെറുപരിച എടുപ്പാനും വില്ലുകുലപ്പാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീനരുമുള്ളൊരു സൈന്യമുണ്ടായിരുന്നു. അപ്പോൾ ആസായുടെ കൂടെ ഉണ്ടായിരുന്ന പടയാളികളുടെ എണ്ണം നമുക്കിങ്ങനെ കാണാം. 5,80,000 പടയാളികൾ ആസായുടെ ഭാഗത്തുണ്ട്. എന്നാൽ ഈ ആസായിക്ക് വിരോധമായി വന്ന സേരഹിൻ്റെ കൂട്ടരാകട്ടെ 10 ലക്ഷത്തിലധികം, 10 ലക്ഷം സൈനികരും അതുപോലെ തന്നെ രഥങ്ങളും ഒക്കെയായി ശക്തിയുള്ള ബലവാന്മാരായി ഇവർ ഇത് ആസായിക്ക് വിരോധമായി കടന്നു വരികയാണ്. ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും. ഇതാ സേരഹ് ആസായെ പിടിക്കുവാനായിട്ട് പോവുകയാണ്. ആസ അവിടെ ബലഹീനനാണ്, സേരഹ് അവിടെ ശക്തനാണ്, ബലവാനാണ്. എന്നാൽ അവിടെ സംഭവിക്കുന്നത് ബലഹീനനായ ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അതാണ് നാം പ്രാരംഭത്തിൽ വായിച്ചത്. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല. ഇന്ന് പകലിൽ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങളും പ്രാർത്ഥിച്ചട്ടെ, ദൈവമേ, ബലഹീനനായ അടിയനും, ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ബലഹീനനായ അടിയനും ഈ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളി, ബലവാനായ വെല്ലുവിളിയും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല. ഞങ്ങളിതാ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ വാക്ക് കേൾക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന എബിനേസറായ ദൈവത്തിൽ തന്നെ ഞങ്ങൾ ആശ്രയിക്കുകയാണ് എന്ന് പറയുവാനായിട്ട് തയ്യാറാകട്ടെ. ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. തൊട്ടടുത്ത വചനത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. 12-ാമത്തെ വചനം. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദ്യരുടെ മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രിയരെ, എവിടെയാണോ നാം ബലഹീനനെന്ന് തോന്നുന്നത്, എവിടെയാണോ നാം ശക്തി ക്ഷയിച്ചവരെന്ന് തോന്നുന്നത്, അവിടെ നാം ഓർക്കുക, നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നാം അവിടെ ഒറ്റയ്ക്കല്ല, നാം അവിടെ ബലഹീനനായി മാറ്റി നിർത്തപ്പെടുകയില്ല, നാം അവിടെ പരാജയപ്പെടുകയില്ല. വെന്നിക്കൊടി പാറിക്കുമാറ്, ജയക്കൊടി പാറിക്കുമാറ് ദൈവം ഈ സാഹചര്യത്തിലും നമ്മെ ജയിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ പ്രശ്നം പരാജയപ്പെടുവാനായിട്ട് പോവുകയാണ്. അവിടെ തീർന്നില്ല. അവർ ജസ്റ്റ് പരാജയപ്പെടുത്തി അയക്കുക മാത്രമല്ല, അതിൻ്റെ 13-ാമത്തെ വചനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ട് പോന്നു. ആ സേരഹും കൂട്ടരും കവർച്ച ചെയ്തു വച്ചിരുന്ന നന്മകൾ
അവർ ചോർത്തിക്കളഞ്ഞ നന്മകൾ, നമ്മിൽ നിന്ന് അവർ ചോർത്തിക്കളഞ്ഞ നന്മകൾ, ആസായുടെയും കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് അവർ ചോർത്തിക്കൊണ്ടുപോയ നന്മകളെ എല്ലാം കവർന്നെടുക്കുവാൻ ആ ബലവാന്റെ കോട്ടയിലേക്ക് കയറി ചെന്ന് ആ ബലവാൻ പിടിച്ചു വച്ചിരുന്ന സകല നന്മകളെയും തിരികെ പിടിക്കുവാൻ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തുള്ളനും വെട്ടുക്കിളിയും നഷ്ടപ്പെടുത്തിയ കാലങ്ങളെയും റിസോഴ്സസിനെയും തിരികെ പിടിക്കുവാൻ ദൈവം ഇതാ ആസായിക്കും കൂട്ടർക്കും അവസരമൊരുക്കുകയാണ്. ഇത് പകലിലും ഇത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകുക. നമ്മുടെ ദൈവം ബലഹീനനായവൻ്റെ കൂടെ നിന്നുകൊണ്ട് ബലവാനെതിരായി ജയക്കൊടി പാറിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളി ചില ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളായിരിക്കാം, ചില ജപ്തി നോട്ടീസുകളായിരിക്കാം, ഒരിക്കലും വീട്ടുവാൻ കഴിയാത്തൊരു കടബാധ്യതയുടെ മുമ്പിൽ താങ്കളായിരിക്കുകയായിരിക്കാം, ചില അഡ്വക്കേറ്റ്സിൻ്റെ നോട്ടീസുകളായിരിക്കാം. പലയിടത്തും നീതി നഷ്ടപ്പെട്ടവരായി, നീതി നിഷേധിക്കപ്പെട്ടവരായി, ലഭിക്കേണ്ട നന്മകൾ കിട്ടുവാൻ കഴിയാതെ, നന്മ കൈമോശം വന്നുപോയവരായി, അപ്രകാരമൊക്കെ പല വെല്ലുവിളികളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുകയായിരിക്കാം. പക്ഷേ എത്ര ബലഹീനനായ മനുഷ്യനാണ് താങ്കളെന്ന് തോന്നുന്ന ഈ സാഹചര്യത്തിൽ ബലവാന് വിരോധമായി പ്രവർത്തിക്കുന്ന ദൈവകരം ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. ഒന്ന് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ സാഹചര്യത്തിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആ പ്രശ്നം മാറുക തന്നെ ചെയ്യും. ഇന്ന് പകലിൽ അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വചനം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഈ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിന് പ്രസാദകരമായത് മാത്രം ചെയ്ത്, ദൈവത്തിന് ഹിതകരമായത് മാത്രം ചെയ്ത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ക്രമീകരിക്കേണ്ട മേഖലകൾ ആ ഭാഗങ്ങളിലൊക്കെ ക്രമീകരിച്ച് ദൈവവുമായിട്ട് ഒരിക്കൽ കൂടെ കണക്റ്റ് ആകുവാനായിട്ട് തയ്യാറായാൽ ദൈവം നമുക്ക് അനുകൂലമായി മാറ്റപ്പെടും. ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നത് പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ പ്രതികൂലമായി ആർക്കും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ബലവാനായ പ്രശ്നം വീഴും. നിങ്ങൾ ബലഹീനനായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് ജയാളിയായി മാറ്റപ്പെടും. മാത്രമല്ല, ആ ബലവാൻ നഷ്ടമാക്കി കളഞ്ഞ, ചോർത്തിക്കളഞ്ഞ, പിശാച് എടുത്തുകൊണ്ടുപോയ സകല നന്മകളെയും കവർച്ചയായി പിടിച്ചുകൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കും. ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. യേശുവിനോടൊപ്പം തന്നെ ജീവിക്കുക. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, എവിടെയെങ്കിലും യേശുവിൽ നിന്ന് നാം അകലങ്ങളിലായിരിക്കുന്നുണ്ട് എങ്കിൽ യേശുവിങ്കിലേക്ക് കടന്നു വരിക. ഇതുവരെയും യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ ഇന്ന് പകലിൽ ഈ ഒരു കാര്യം കൂടെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്ത്, ഒരുപക്ഷെ ഒത്തിരി പാപങ്ങൾ ചെയ്ത് തകർന്ന് 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 ശോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനുടമയായിരിക്കാം താങ്കൾ. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, എത്ര പാപക്കറകളെയും കഴുകി കളയുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ആ യാഗമായി തീർന്ന യേശുവിൽ വിശ്വസിച്ച്, യേശുവേ എൻ്റെ പാപങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചാൽ ഒരു രക്തക്കറ വെള്ളം കൊണ്ട് മായ്ച്ചു കളയുന്നത് പോലെ യേശു നമ്മുടെ പാപത്തിൻ്റെ കറകളെ മായ്ച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നമുക്ക് മുമ്പിൽ വെട്ടി തുറന്നു തരും. ആ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാഴട്ടെ. യേശുവിനോടൊപ്പം തന്നെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. യേശുവിനോടൊപ്പം നമുക്ക് ജീവിക്കാം. യേശുവിനോടൊപ്പം നമുക്ക് അവസാനിക്കാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.